ആറാമത്തെ ഘട്ടം തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുകയാണ്. അപ്പോൾ ആറാം ഘട്ടത്തിൽ 8 സ്റ്റേറ്റ് 58 കോൺസ്റ്റിറ്റ്യുവൻസി, ഉത്തർപ്രദേശിൽ 14 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് കിടപ്പുണ്ട്. ബീഹാറിൽ 8, ഹരിയാനയിൽ 10, ഒഡീഷയിൽ 6, വെസ്റ്റ് ബംഗാളിൽ 8, ജമ്മു കാശ്മീരിൽ 1, പിന്നെ ഡൽഹി. ഇത്രയും സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുക. പഞ്ചാബില്ല, ജമ്മു കാശ്മീർ, ഹരിയാനയിൽ 10 നടക്കുകയാണ്. അപ്പോൾ ഈ ആറാം ഘട്ടത്തിൽ BJP എന്ത് നേടും? BJPക്ക് ഇതിൽ വലിയ രീതിയിലുള്ള ക്ലാഷ് ഉണ്ടാകുമെന്നാണ് പല ആൾക്കാരും പറയുന്നത്. BJP ഒന്നാം ഘട്ടം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടൈറ്റ്, 1-2 ഘട്ടം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടൈറ്റ് ഇതാണ്, ഈ ഘട്ടമാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിലിപ്പം ഹരിയാന കഴിഞ്ഞ തവണ മൊത്തം സീറ്റ് അടിച്ച 10 സീറ്റ് അടിച്ചത്, ഡൽഹി 7 സീറ്റ് അടിച്ചത്, ബീഹാറിൽ ഭയങ്കര സക്സസ് ആയിരുന്നു. അതിന് 2 തവണ ബീഹാറിൽ ഭയങ്കര സക്സസ് ആയിരുന്നു. ഇത്തവണ സംബന്ധിച്ച ഹരിയാന എടുത്തു നോക്കുക. ഹരിയാന 10 സീറ്റ് ഉണ്ട് അവിടെ. ഈ 10 സീറ്റിൽ ഇവർക്ക് അവിടെ ലോക്കൽ സഖ്യം ഉണ്ടായി, ഘട്ടാവ് ഒരു സഖ്യം ഉണ്ടാക്കിയാണ് രണ്ടാമത് അധികാരത്തിന് വന്നത്. JJP അങ്ങനെ തോന്നുന്നുണ്ട്, ജനനായക പാർട്ടി, മറ്റേ ചൗത്താലയുടെ, ദുഷ്യന്ത് ചൗത്താലയുടെ. അപ്പം ഇവര് ആന്റി ഇൻകംബൻസി വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവർ മുന്നണി വിട്ടുപോയി. എന്തോ കാരണം പറഞ്ഞോണ്ട്, എന്താ പായസത്തിന് മധുരം പോരാന്നോ, പപ്പടത്തിന് ഉപ്പ് പോരാന്നോ, അങ്ങനെ തോന്നുപോയി. അപ്പോൾ ഇവരെ ആന്റി ഇൻകംബൻസി രക്ഷപ്പെടാമെന്നാണ് വിചാരിക്കുക. പക്ഷെ രക്ഷപ്പെടാൻ സാധ്യതയല്ല, അങ്ങനെ കുറച്ച് മുമ്പല്ലേ വിട്ടുപോയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് അവിടെ മാത്രമല്ല, ഈ കർഷക കലാപവും കർഷകരുടെ പ്രക്ഷോഭവും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഗുസ്തി താരങ്ങളുടെ പ്രശ്നമൊക്കെ, അവിടെ ഗുസ്തി എന്ന് വെച്ചാൽ ഇവിടുത്തെ വോളിബോൾ പോലെയാണ് അവിടെ, മനസ്സിലായല്ലോ. ഗുസ്തി ഹരിയാനയിൽ വലിയ പ്രശ്നമായിട്ട് കളിക്കത്തില്ല. പിന്നെ ഹരിയാന, UP, പഞ്ചാബ് ഈ ഏരിയ എന്ന് വെച്ചാൽ ഗുസ്തിയുടെ ഒരു കേന്ദ്രമാണ്, മനസ്സിലായല്ലോ. പണ്ട് നമ്മുടെ നാട്ടിൽ കാട്ടാ ഗുസ്തി എന്നൊക്കെ പറഞ്ഞത് BJP നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തു. നമുക്ക് തോന്നുന്നല്ല, അവിടെ ആളുകളെ മനസ്സിൽ ഈ പ്രശ്നം ഉണ്ടായത് തന്നെ ഒരു ഘടകമെന്ന് വെച്ചാൽ ഈ പറയുന്ന അസോസിയേഷനിലുള്ള പ്രശ്നമാണ് ഒന്ന്. പിന്നെ ഈ പെൺകുട്ടികൾ പലത് ആ നാട്ടിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ ഈ 2 പ്രശ്നങ്ങളുടെ BJPക്ക് നെഗറ്റീവാണ്. അതിൻ്റെ കൂടെ ഈ മുന്നണിയിൽ ഉണ്ടായിരുന്ന ഘടകകക്ഷി വിട്ടുപോവുകയും ചെയ്തു, നമ്മുടെ ഘടകകക്ഷി വിട്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ അത്ര മാത്രമല്ല, അവിടെ ആം ആദ്മി പാർട്ടി ഇൻട്രോഡ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവരിപ്പോൾ സഖ്യമായിട്ടാണല്ലോ മത്സരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്ര എളുപ്പമായിരിക്കില്ല അവിടെ. എന്നാൽ ഡൽഹിയാണ്. ഡൽഹിയിൽ 7 സീറ്റുണ്ട്. കഴിഞ്ഞ 2 തവണ ഈ 7 സീറ്റും ആരടിച്ചാണ്? BJP അടിച്ചത്. ഡൽഹിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഡൽഹിയിൽ ഈ 7 സീറ്റുകൾ മേജർ സീറ്റുകൾ ജയിക്കുന്ന ആളുകൾ അവരാണ് പൊതുവെ ഇന്ത്യ ഭരിച്ചിട്ടുള്ളത് എല്ലാ തരത്തിലും. അല്ലെങ്കിൽ ഡൽഹിയിൽ പിന്നെ ഡൽഹിയിൽ മേൽക്കൈ കിട്ടാതെ പോയ ആളുകൾ ഭരണത്തിൽ വന്നാലും അവർ വളരെ കഷ്ടപ്പെട്ടാണ് ഭരിച്ചിട്ടുള്ളത്. കാരണം ജസ്റ്റ് മെജോറിറ്റിയൊക്കെ കിട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ ഡൽഹിക്ക് അങ്ങനെ ആസ്ട്രോളജിക്കലി അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അങ്ങനെ ഒരു ബന്ധമുണ്ട്. എന്താ ബന്ധം ചോദിക്കുന്നത് ഇങ്ങനെയാണ്. ഡൽഹിയിൽ 7 സീറ്റ് കിട്ടുന്നവൻ ഇന്ത്യ ഭരിച്ചു. ഞാൻ കേട്ടുള്ളത് കന്യാകുമാരി ഭരിക്കുന്ന ആൾ ഇന്ത്യ ഭരിക്കും എന്നുള്ളൊരു കഴിഞ്ഞ തവണ കിട്ടിയില്ലല്ലോ, പക്ഷെ അത് മാറി. ഡൽഹിക്ക് അങ്ങനെ സംഭവം ഉണ്ട്. ഇതുള്ള ഒരു ഡൽഹി സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷമുള്ള ആ ഒരു എടുത്തു നോക്കിയാൽ മതി. അല്ലെങ്കിൽ എങ്കിലും ഭരിച്ചു നരസിംഹറാവു ഭരിച്ച പോലെ ഭരിക്കേണ്ടി വരും. ഇതാണ് ഡൽഹിയുടെ ഒരു പ്രത്യേകത. ഡൽഹിയിൽ ഇപ്പോൾ ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് അവിടെ ഒരു സഹതാപം ചിലപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ സാധ്യത. മാത്രമല്ല കോൺഗ്രസ് ഇവരൊരു സഖ്യമാണ്. അങ്ങനെ മാത്രമല്ല ഈ പറയുന്ന കനയ്യകുമാറൊക്കെ അവിടെ മത്സരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഡൽഹിയിലും മുൻപത്തെ അത്ര ഒരു മുന്നേറ്റം ശക്തി ഇവിടെ നടത്തണമെന്നില്ല. ഈ സീറ്റുകൾ മൊത്തം 60ഓളം സീറ്റുകളാണ് നടക്കുന്നത്. അതിൽ 40ഓളം സീറ്റുകൾ BJP സിറ്റിംഗ് സീറ്റാണ്. പിന്നെ വേറൊന്നുള്ള യുപിയിൽ ഈ പറയുന്ന പോലെ BJPയുടെ ശക്തി കേന്ദ്രങ്ങളാണ് ഇലക്ഷൻ നടക്കുന്നത്. പക്ഷേ ഈ ശക്തി കേന്ദ്രങ്ങൾ തന്നെ വേറൊരു ഫാക്ടർ കിടക്കുന്നുണ്ട്. ഈ പറഞ്ഞ കർഷക കലാപത്തിൻ്റെയും എല്ലാം സ്വാധീനമുള്ള, ഈ ഗുസ്തിയുടെ എല്ലാം സ്വാധീനമുള്ള സ്ഥലങ്ങളാണ് ഇവിടെയും. പക്ഷേ ഈ കർഷക കലാപത്തിന് തിരികൊളുത്തിയ രാകേഷ് ടിക്കായത്തിന്റെ മണ്ഡലം പോലും BJP അല്ലേ വന്നത്? അല്ല, അത് നോക്കണ്ടേ. ഈ ലോക്സഭയിലേക്ക് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് വേറൊരു ചിത്രമാണ് വരിക. അപ്പം ഇത് എത്രത്തോളം ഇതൊരു മുമ്പില്ലാത്തൊരു ഭീഷണിയാണ് BJP. മുമ്പില്ലാതെ പിന്നെ ഈ ഗുസ്തി താരങ്ങളുടെ കാര്യം കൂടി വരും. ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ഏത് രീതിയിൽ വർക്ക് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ UP ഒക്കെ എടുത്ത് UP പല പ്രദേശങ്ങളായിട്ടാണ്. ഹിമാലയൻ റീജിയൻ ഉണ്ട്, ഈ ഹരിയാനയോട് ചേർന്ന് നിൽക്കുന്ന ബുന്ദേൽഖണ്ഡ് അങ്ങനെയുള്ള റീജിയൻ ഉണ്ട്. അങ്ങനെ പല റീജിയൻസ് ആയിട്ടാണ് UP എടുക്കുക. ഓരോ റീജിയനിൽ പൊളിറ്റിക്സ് ആണ്. ഇപ്പോൾ ഈ ഹരിയാനയായിട്ട് ചേർന്ന് നിൽക്കുന്ന സ്ഥലം ജാട്ട് പൊളിറ്റിക്സിന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ 10-14 സീറ്റ് BJPയുടെ സീറ്റ് തന്നെ തോന്നുന്നു. ഈ സീറ്റുകളിൽ എത്ര സീറ്റ് BJP ജയിക്കും എന്നുള്ളത് ഒരു ഘടകമാണ്. പിന്നെ BJPക്ക് അനുകൂലമായിട്ടുള്ളൊരു ഫാക്ടർ എന്ന് വെച്ചാൽ BSP അവിടെ ഒരു സഖ്യത്തിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നതാണ്. അതിൽ BSPയുടെ കഴിഞ്ഞ തവണ ജയിച്ച ഒരു MP നമ്മുടെ മോഡിയുടെ കൂടെ ചാടിക്കാൻ പോയി അവസാനം BJPയിൽ ചേർന്നിട്ടുണ്ട്. അയാൾ തന്നെ ജയിക്കാനാണ് സാധ്യത. പിന്നുള്ളത് ബീഹാറിലാണ്. ബീഹാറിൽ കഴിഞ്ഞ തവണത്തെക്കാട്ട് ഈ പ്രതിപക്ഷ സഖ്യം കുറച്ചും കൂടി ഇപ്പം ഈ അവസാന ഘട്ടത്തിൽ ലൈവായി നിൽക്കുന്നുണ്ട്. മാത്രമല്ല ആൻറ്റി ഇൻകംബൻസി നിതീഷ് കുമാറിനെതിരെ ഉണ്ടെന്നാണ് ഇനി അവസാനം കിട്ടിയൊരു റിപ്പോർട്ട്. ഇയാൾ അങ്ങോട്ടും ഇയാൾ കാര്യങ്ങളൊക്കെ ഡെലിവർ ചെയ്യുന്ന ആളാണ്.
പക്ഷേ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കില്ല, ഇയാൾ ഇമേജിനെ ബാധിച്ചിട്ടുണ്ട്. പിന്നെ ഈ ആന്റി ഇൻകംബൻസി വന്നിട്ടുണ്ട്. അവിടെ ഇപ്പോൾ തേജസ്വി യാദവാണ് എമേർജ് ചെയ്ത് വരുന്ന നേതാവ്. തേജസ്വി ഭയങ്കരമായിട്ട് റാലിയൊക്കെ നടത്തുന്നുണ്ട്. പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ ബീഹാറിലും മാക്സിമം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ പ്രതീക്ഷിക്കാനില്ല, നഷ്ടമാണ് സാധ്യത പ്രതിപക്ഷം സജീവമാകുമ്പോൾ. പിന്നെ ഈ പറയുന്നതിന് അവിടെ ആളുകൾ വോട്ട് ചെയ്യുന്നത് പ്രധാനമായി ആര് കൊടുക്കുന്നു, അരി എന്ന് വെച്ചാൽ ഭക്ഷ്യധാന്യങ്ങൾ കൊടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ്. ഫ്രീ ബീസ് ബേസ്ഡ് ഇലക്ഷനാണ്. അല്ലാണ്ട് ഇപ്പോൾ ഹിന്ദുത്വ തരംഗോ അല്ലപോലെ അതിന് മുമ്പ് കഴിഞ്ഞ തവണയുള്ള പോലെ ഈ നേഷണലിസോ അങ്ങനെ ഒരു പ്രത്യേക ഒരു വേവ് നമ്മൾ ദൃശ്യമാകുന്നില്ല. ഫ്രീ ബീസ് എന്ന് കൊടുക്കുന്നത് അതിപ്പം മല്ലികാർജുന ഖാർഗെ കുറച്ച് ദിവസം മുമ്പ് പറയണ്ടായി, ഞങ്ങൾ അധികാരത്തിൽ നിന്ന് 10 കിലോ ധാന്യങ്ങൾ ഫ്രീ ആയി കൊടുക്കും എന്ന് പറയണ്ടായി. അപ്പം ഇങ്ങനെയൊക്കെ ഒരു ഫാക്ടർ ഉണ്ട്. അതിന് BJPക്ക് അത്ര സുഖമുള്ള ഒരു റൗണ്ട് അല്ല നടക്കാൻ പോകുന്നത്. ഈ റൗണ്ട് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ 400 സീറ്റിന്റെ കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ റൗണ്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ള റൗണ്ടാണ് അവരെ സംബന്ധിച്ചിടത്തോളം. ഈ ബുദ്ധിമുട്ടുള്ള റൗണ്ടിൽ കഴിഞ്ഞ വർഷത്തെ വിജയം അവർക്ക് നേടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ട്രെൻഡ് വളരെ BJPക്ക് അനുകൂലമെന്ന് പറയേണ്ടി. വെസ്റ്റ് ബംഗാളിൽ 8 സീറ്റ് മത്സരിക്കുന്നുണ്ട്. വെസ്റ്റ് ബംഗാളിൽ സംഭവം എന്ന് വെച്ചാൽ BJP താരതമ്യേന നില മെച്ചപ്പെടുത്താൻ സാധ്യതയാണ്. വലിയ രീതിയിൽ മെച്ചപ്പെടുത്തില്ല. കഴിഞ്ഞ തവണ 18 സീറ്റ് കിട്ടി. 18 സീറ്റ്. അപ്പം അതിലൊരു 4-5 സീറ്റൊക്കെ കൂടാൻ മതി, കൂടാൻ സാധ്യതയുണ്ട്. സാധ്യത കുറവാണ്. സോഷ്യൽ മീഡിയയിൽ പറയുന്നതല്ലാതെ അവിടെ കാസർഗോഡ് ലെവലിൽ മുർഷിദാബാദിലൊക്കെ CPM, കാരണം അവിടെ CPM വോട്ട് ബാങ്കിലേക്ക് ഈ പറഞ്ഞ തൃണമൂലും BJP ഇടിച്ചു കയറിയിട്ടുണ്ട്. ഈ ഗുണ്ടകൾ, പ്രധാനമായിട്ടും ഗുണ്ടകൾ ഉണ്ടായിരുന്നു മസിൽ പിടിച്ച് നടന്നത്. ഈ ഗുണ്ടകൾ എന്ന് വെച്ചാൽ ഈ 2 പാർട്ടിനെയും കയറി ഇവന്മാർ തമ്മിലാണ് ഇപ്പൊ അവിടുത്തെ തല്ല് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇൻസാഫ് റാലി കണ്ടിട്ട് CPM അവിടെ പൊളിച്ചെടുക്കുമെന്നാണ് പല ആൾക്കാരും പറയുന്നത്. അങ്ങനെ വലിയ പ്രതീക്ഷ ഒന്നും എനിക്കില്ല. ചിലപ്പം 1-2 സീറ്റുകളൊക്കെ ചിലപ്പോൾ അവർ ജയിച്ചേക്കാം. പക്ഷേ എങ്കിൽ പോലും നിങ്ങൾ ഈ പറയുമ്പോൾ വെറുതെ ഈ സോഷ്യൽ മീഡിയ കണ്ട് ഒരുപാട് പ്രതീക്ഷിക്കരുത്. കാരണം വോട്ട് ബാങ്ക് അവിടെ ഒഴുകിപ്പോയിട്ടുണ്ട്. അത് മുസ്ലിം വോട്ട് ബാങ്ക് തൃണമൂലും ഹിന്ദു വോട്ട് ബാങ്ക് BJP ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അത്ര എളുപ്പമല്ല. കാരണം വിശ്വാസ്യത നഷ്ടപ്പെട്ടു എന്നുള്ളതായിരുന്നു അവിടെ സംഭവം. ഒരിക്കൽ വിശ്വാസം നഷ്ടപ്പെട്ടതിനാൽ അത്ര എളുപ്പം അത് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. ബംഗാളിൽ മമതയുടെ സീറ്റ് കുറയും. മമതയുടെ സീറ്റ് കുറയാൻ മാർജിനലി കുറയാൻ സാധിക്കും. ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഒരു 3-4 സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറയാനാണ് സാധ്യത. 4 സീറ്റ് BJPക്ക് കൂടാം, 4 സീറ്റ് ഇവർക്ക് കുറയാം. ആ രീതിയിലുള്ള ഒരു മാറ്റമാണ് ബംഗാളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഈ പൊതുവേ ഒരു എന്താ പറയുക, ഒരു ടൈറ്റ് മത്സരം നടക്കുന്ന ഒരു റൗണ്ടാണിത്. ഈ റൗണ്ടിൽ എമേർജ് ചെയ്ത് വരുന്ന ആൾക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. BJP ആണ് വരുന്നതെങ്കിൽ അവർക്ക് 400 ഇപ്പം ഇവരുടെ സ്വപ്നം 400 ആണല്ലോ. ആ 400ന്റെ അടുത്തേക്ക് അവർക്ക് എത്താൻ പറ്റും. ഈ റൗണ്ട് അവർക്ക് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അതല്ല ഇന്ത്യ സഖ്യമാണ് ഈ റൗണ്ടിൽ നന്നായി പെർഫോം ചെയ്യുന്നതെങ്കിൽ അവർ BJPയുടെ സീറ്റുകളാണ് അവർക്ക് കാര്യമായി കുറയ്ക്കാൻ പറ്റും. അങ്ങനെ വളരെ രസകരമായൊരു റൗണ്ടാണിത്. ഇതൊരു സെമി ഫൈനൽ റൗണ്ട് എന്ന് പറയാം.